ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസും ജെഎംഎമ്മും ചേർന്ന് വീണ്ടും സർക്കാർ രൂപീകരണത്തിലേക്കുള്ള നീക്കങ്ങളിലേക്കാണ് പോകുന്നത്. കേവല ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. 41 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷം നേടാൻ. മൊത്തം 81 സീറ്റുകളാണ് ജാർഖണ്ഡ് നിയമസഭയിൽ ഉള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഏത് ഘട്ടത്തിലും ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് CBI. EDയും CBIയും വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ ഒരു നരവേട്ട തന്നെ ഇട്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പന സോറനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി മത്സരിപ്പിച്ചിരിക്കുന്നത്. ഇടക്കാലത്ത് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയതിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു ഹേമന്ത് സോറനും ജെഎംഎമ്മിനും. ചമ്പൈ സോറനും അദ്ദേഹത്തിൻ്റെ മകനും ജെഎംഎം വിട്ട് BJPയിലേക്ക് പോവുകയും BJPക്കുള്ളിൽ വലിയ നേതാവ് വിടാൻ ചെന്നപ്പോൾ അർജുൻ മുണ്ട അടക്കമുള്ളവർ അദ്ദേഹത്തിനെ കൃത്യമായി ഒതുക്കാൻ ശ്രമിച്ചതും ഒക്കെ ജാർഖണ്ഡിൽ BJPക്കുള്ളിൽ നടന്ന സംഭവ വികാസങ്ങളാണ്. എന്നാൽ പോലും BJP അവർ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് അവർക്ക് ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ മികച്ച രീതിയിലുള്ള നേട്ടം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ആവർത്തി പറഞ്ഞ കാര്യങ്ങളാണ് BJP വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്. 2024 ആയപ്പോഴത്തേക്കും ആ സാഹചര്യത്തിൻ്റെ തനി ആവർത്തനം തന്നെ ഉണ്ടാകും എന്ന് കോൺഗ്രസ് വിശ്വസിക്കാൻ കാരണം അതുതന്നെയാണ്. അതായത് AJSU വലിയ തോതിൽ BJPയുമായി അഭിപ്രായ ഭിന്നതയിൽ തന്നെയാണ്. മന്ത്രിസ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJPയുമായി വാക്കുതർക്കം വരെ ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. അതിന് കാരണം AJSUവിന് ആവശ്യപ്പെട്ട സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്തില്ല. വിജയിക്കാൻ സാധ്യത കുറഞ്ഞ സീറ്റുകളാണ് AJSUവിന് കൂടുതലും നൽകിയത്. അത് BJPയുടെ ടാക്ടിക്സായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. സഖ്യകക്ഷികളോട് BJP ചെയ്യുന്ന മനോഭാവം കൃത്യമായും AJSU നേതാക്കളെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ ജാർഖണ്ഡിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് തുടക്കം കുറിക്കും എന്ന് തന്നെയാണ് AJSUവും BJPയും ഒരുപോലെ കരുതുന്നത്. മറ്റൊരു വിഷയം BJPക്കുള്ളിലെ ആഭ്യന്തര വിഷയം തന്നെയാണ്. ദളിത് മേഖലകൾ, പ്രത്യേകിച്ചും ഷെഡ്യൂൾ ട്രൈബ് സംവരണ മണ്ഡലങ്ങൾ, ആ സംവരണ മണ്ഡലങ്ങളിൽ BJPക്ക് പതിവ് പോലെ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തൽ ആഭ്യന്തരമായി അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം കടക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. 20 മുതൽ 30 സീറ്റ് വരെയാണ് പരമാവധി BJPക്ക് സഖ്യത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് എന്നാണ് നിരവധിയായ ന്യൂസ് ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ പറയുന്നത്. എന്നാൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് അഭിപ്രായപ്പെട്ട ഏജൻസികളും ഉണ്ട്. നിലവിൽ ആ അഭിപ്രായത്തോട് BJPക്ക് പോലും യാതൊരു രീതിയിലുള്ള അനുഭാവവുമില്ല. കാരണം തങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നും പ്രവർത്തനം വലിയ തോതിൽ പ്രതീക്ഷയ്ക്കൊത്ത നിലവാരത്തിൽ എത്തിയില്ല എന്നും BJP നേതാക്കൾക്കിടയിൽ സ്വരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയിലും സ്വാധീനിക്കപ്പെടും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ജെഎംഎമ്മിന് കേവല ഭൂരിപക്ഷം കിട്ടാൻ, ഈ സഖ്യത്തിൻ്റെ ഭാഗമായി കിട്ടാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നത്.